ഇന്ന് നമ്മൾ പോണത് അൽഫാം കഴിക്കാനാണ്. പക്ഷെ ആ അൽഫാമിന് കുറേ പ്രത്യേകത ഉണ്ട്. എന്താ പറഞ്ഞാൽ അവിടുത്തെ ഒരു മസാല എന്ന് പറഞ്ഞാൽ ഇനി ബാക്കി ഞാൻ അവിടെ ചെന്നിട്ട് പറഞ്ഞുതരാം. വാ. നമ്മൾ അൽഫാം ഇതട്ടാ നമ്മൾ ഷഹദ് ഭായിയാണ് ഈ അൽഫാം ഇവിടെ ചെയ്യുന്നത്. ഷഹദ് ഭായി, ഇതിൽ എന്തൊക്കെ മസാല ഒക്കെ എങ്ങനെ? ഇഞ്ചി വെളുത്തുള്ളിയാണ് മെയിനായിട്ടുള്ളത്. ഇഞ്ചി വെളുത്തുള്ളി നാച്ചുറൽ സാധനമാണ്. നാച്ചുറൽ. എത്ര വർഷമായി ഇവിടെ? 17 കൊല്ലം. 18 കൊല്ലം. ഇവിടെ തന്നെയാണോ ഈ കട? അല്ല, ഇതിന്റെ മുമ്പ് നാഷണൽ ഹൈവേയിൽ ഈ സൈഡിലും മാറാക്കര പഞ്ചായത്ത് ആ റോട്ടിലുമായി. ആ റോഡിൽ ഇവിടെ പൊളിച്ചപ്പോ അങ്ങോട്ട് പോയി. ഇവിടെ സർക്കാർ എടുത്തപ്പോ അകേ സ്ഥലത്തേക്ക് പോയി. പിന്നീട് അവിടെയും പൊളിച്ചപ്പോ ഇതായപ്പോ ഇങ്ങോട്ട് മാറി. ഇപ്പൊ പുതിയതായിട്ട് ഇവിടെ തുടങ്ങിയതാണ്. ഇവിടെ തുടങ്ങി 2 കൊല്ലം. പക്ഷെ ആളുകൾ ആരും അറിഞ്ഞിട്ടില്ല. ഞങ്ങള് അവിടെ ആ വഴിക്ക് അവിടെ ഷവർമേന്റെ ഒരു ഗമ്മുണ്ട്. ഷോപ്പ് കാണാനില്ല. ഇപ്പൊ ആളുകൾക്ക് പിന്നെ പൊതുവെ പരസ്യം ചെയ്യലേ ഞങ്ങൾക്കില്ല. എന്നിട്ട് മനസ്സിലാക്കി വരിക എന്നല്ലാതെ നാച്ചുറലായി, അതായത് ഇത് ജനങ്ങളെ ഇന്നിപ്പോ നല്ല ഫുഡ് എവിടെയെന്ന് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഒരു കാലമാണ്. അതെ അതെ അതെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആയുർവേദ ലെവലിലാണ് ഇപ്പൊ ഇത് കൊടുക്കുന്നത്. അതായത് ഇതിൽ അജിനോമോട്ടോ ഇല്ല, സോയാ സോസ് ഇല്ല, മറ്റേ വേണ്ടാത്ത ഒരു സാധനം ഇതിലുണ്ടാവില്ല. ഞങ്ങളത് ജനങ്ങൾക്ക് വയറിന് അസുഖങ്ങൾ വരാതിരിക്കാനുള്ള ആയുർവേദ വിധി പ്രകാരമുള്ള രീതിയിൽ ഞങ്ങളത് ചെയ്യും. അങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. നമ്മൾ വയറ്റിയൊന്നും അസുഖമില്ലാതെ കംപ്ലൈന്റ് വരാതിരിക്കാൻ വേണ്ടിയാണ് അജിനോമോട്ടോ, സോയാ സോസ് അതുപോലുള്ള മറ്റു സാധനങ്ങളുണ്ട്. അങ്ങനെയൊന്നും ഞങ്ങൾ ഉപയോഗിക്കില്ല. കളർ പോലും ഞങ്ങൾ ഉപയോഗിക്കില്ല. ഞങ്ങളെ പാരമ്പര്യമായിട്ട് എൻ്റെ വാപ്പ ബിരിയാണിപ്പേനായിരുന്നു. 1961 മുതൽ ബിരിയാണിപ്പേനായിരുന്നു. ആ ടൈമിൽ നമ്മളിതൊക്കെ കണ്ടിങ്ങനെ മനസ്സിലാക്കി അങ്ങനെ ഗൾഫിൽ പോയി തിന്നപ്പോൾ നമ്മളെ മനസ്സിൽ ഇതിന്റെ ടേസ്റ്റ് പിടിച്ച് അങ്ങനെ ഇവിടെ വന്ന് അത് ട്രെയിൻ ചെയ്ത് ഒരു 2 കൊല്ലം വരെ അതിന്റെ ഇതില്ലായിരുന്നു. അങ്ങനെ പിന്നീട് അത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലായി. ഇപ്പൊ ഈ ലോകത്തിലായി. ഇപ്പൊ നമുക്ക് ബസ് 2 ഭാഗത്തിലൂടെ ആയതുകൊണ്ട് നമുക്ക് ആളറിയില്ല. പിന്നെ ഞാനൊരു പരസ്യം ചെയ്യുന്ന ആളല്ല. എന്റെ ഫുഡ് നന്ദി എന്ന് ഞാൻ ആരോടും പറയില്ല. ഞങ്ങളെ ഫുഡ് നന്ദി ഞങ്ങൾ പറയില്ല. കാരണം എന്താ വെച്ചാൽ അത് ജനം മനസ്സിലാക്കുക, ജനങ്ങൾ തീരുമാനിക്കണം. ഇങ്ങനത്തെ ഫുഡാണ് നമുക്ക് നാട്ടിൽ എത്തിക്കേണ്ടത്. ജനങ്ങളതാണ്. ജനങ്ങൾ തിന്നിട്ട് ഇഷ്ടപ്പെട്ട പിന്നെ അവർ വരും. ഇഷ്ടപ്പെട്ടില്ല നമ്മൾ നല്ല മോശമാണെങ്കിൽ ആളുകൾ കാണൂല്ലല്ലോ. അത്ര നമുക്ക് ഇതിന്റെ പറയാനുള്ളൂ. കാരണം എന്റെ ഫുഡ് ഏറ്റവും നല്ലതാണെന്നും ഞാൻ ഏറ്റവും നല്ല കച്ചവടക്കാരനാണെന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. എന്റെ മക്കളും പറയില്ല. ഞങ്ങൾ ഉണ്ടാക്കുന്ന അള്ളാന്റെ കൽപ്പിന്റെ പ്രകാരം നിലയിൽ എത്തിക്കഴിഞ്ഞു. ആദ്യത്തെ കച്ചവടമായത് ഇപ്പൊ നമുക്ക് ആളുകൾ പരസ്യമൊന്നും അറിയില്ല. കുറെ ആളുകൾ അറിഞ്ഞ് മരിച്ചു പോയതായി കിട്ടിയിട്ടുണ്ട്. ചിലർ പോലും വിറ്റു പോയതായിരുന്നു കേട്ടിട്ടുണ്ട്. ഇല്ല, അങ്ങനെ റോഡിന്റെ പണി ചെയ്താൽ നമുക്ക് ബോർഡൊക്കെ ആണെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് വെക്കുക എന്നല്ലാതെ ചെയ്യില്ല. അൽഹംദുലില്ലാ എന്നാലും ഇങ്ങനെ ചെറിയ തോതിൽ എന്റെ കുട്ടികൾക്ക് കിട്ടാനും സ്കൂളിൽ അരിച്ചായിക്കുള്ളത് കിട്ടും. രാവിലെ തൊഴിലിട്ട് ഇട്ടും ഞാൻ തൊഴിലിട്ട് എനിക്ക് നല്ല ഭക്ഷണം കൊടുത്ത ആളെ അതാണ് വേണ്ടത്. എന്റെ പേര് അബ്ദുള്ള. ശരിക്കും പേര് അബ്ദുള്ള, വിളിക്കുന്നത് അബ്ദുള്ള. പിന്നെ ഈസാ ഹോട്ടൽ എഴുതിയത് എന്റെ അറബിയുടെ പേരാണ്. അയാളിന്റെ അപ്പാനപ്പ എന്നെ സ്നേഹിച്ചൊരു വ്യക്തിയാണ്. ആ നിലക്ക് അദ്ദേഹത്തിന്റെ പേരിട്ടത്. കരിയല്ല ഉപയോഗിക്കുന്നത്, ചിരട്ടക്കരി തന്നെ കേട്ടോ ഉപയോഗിക്കുന്നത്. ചിരട്ട കത്തിച്ച കരി തന്നെയാണ് അവർ ഉപയോഗിക്കുന്നത്. ചിരട്ട ഇത് തക്കാളി ഉപയോഗിച്ചിട്ട് ഇത് ഞങ്ങൾ കോഴിമുട്ട എല്ലാം ഉണ്ടാക്കുന്ന മൈനീസാണ്. ഇത് ചില്ലിയാണ്, ഫ്രഷ് ചില്ലിയാണ് അതുണ്ടാക്കുന്നത്. ഇത് ഞങ്ങള് തുർക്കിയുടെ ഒരു സോസാണ്. തുർക്കിയുടെ ഇത് ഫാൻസി നദിന്റെ അത് വരിക. ഈ സാധനം അത് ഇതൊക്കെ ഞാൻ തന്നെ നിർമ്മിക്കുന്നത്. അതായത് ഇതിൽ അജിനോമോട്ടയോ മറ്റുള്ള ഒരു വേണ്ടാത്തൊരു സാധനം ഉണ്ടാവില്ല. നിങ്ങൾ അങ്ങനെ കുടിക്കുകയാണെങ്കിലും ഒന്നും സംഭവിക്കില്ല. ഇതാവുമ്പോ ഇത് മുളകാണ് എന്നുള്ളത് അച്ചാറാണ് എന്ന് കരുതുക. അല്ലാതെ ഇത് കഴിക്കാൻ നിൽക്കില്ല. ഇത് മുഴുവൻ നിങ്ങൾ വയറിറച്ച് കുട്ടികൾക്ക് കൊടുത്താലും ഒന്നും സംഭവിക്കില്ല. 18 കൊല്ലമായി ഇത് തുടർന്നു പോകുന്നു. ഇതുവരെ ആരും കംപ്ലൈന്റ് പറഞ്ഞു കേട്ടോ. പിന്നെ ഗൂസ് അല്ലാത്ത എന്തല്ലേ? ഗൂസ് അല്ലാത്ത
ഉപ്പുസല്ലാത്ത ഞങ്ങൾ കൊടുക്കലില്ല. ഇല്ല ഉഗ്ഗൂസ് തന്നെ പൊറാട്ട ആവുമ്പോ എണ്ണന്റെ ആ അതെ നാളെ അത് ഞങ്ങൾക്ക് വയറിന് പ്രശ്നം ദഹനക്കേടിന് പ്രശ്നമാവും. ആ ഉഗ്ഗൂസ് മാത്രമേ ഉള്ളൂ അല്ലേ? വരാതിരിക്കാൻ വേണ്ടി ആ ഓക്കെ. നമ്മള് ഈ അൽഫാമും ഉഗ്ഗൂസും മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഇത് 6 ഐറ്റം സോസ് ഉണ്ട്. ആറ്. 6 ഐറ്റം. 6 ഐറ്റം സോസ്. പിന്നെ തേൻടീ എന്ന് പറഞ്ഞിട്ട് ആ അണീട്ടി ഉണ്ട്. ഫ്രീ ആയിട്ട് കൊടുക്കും. ആ കണ്ട ഇവരത് ഉള്ളുന്നത് മസാല ചെയ്ത് കൊണ്ടുവരികയാണ് ഈ സാധനം. ഹണി ടീ അവർ പറഞ്ഞു ഇത് ഇതിന്റെ കൂടെ അവർ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ്. നമ്മൾ നോക്കതിന്റെ രുചിയും നോക്കുക. തേന്, ചെറുനാരങ്ങ, ഇനി വേറെ ഏലക്കായന്റെ രുചി കിട്ടുന്നുണ്ട്. ആ അടിപൊളി സാധനമാണല്ലോ ഈ സാധനം. ഇതിൽ കളറോ കാര്യങ്ങളോ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. നമ്മൾ നോക്കുക, ഇത് മയോണീസ്, ഇത് കണ്ടമാനം സാധനങ്ങളുണ്ട്. ജ്യൂസ്, പീസ് കിടക്കണ കിടപ്പ് കണ്ടില്ലേ മക്കളെ, കടിച്ചിങ്ങോട്ട് വലിക്കാം. പിന്നെ ജ്യൂസിൻ്റെ വെറൈറ്റിയാണ്, നല്ല ചൂടുള്ള സാധനം. ഇത് തക്കാളി സോസാണ്. തക്കാളി ഇതൊരു പേരയ്ക്കേണ്ട കിട്ടുന്നുണ്ടല്ലോ, ഒരു വെറൈറ്റി. ഇത് മയോണീസ്, ഇത് മുട്ട ചേർത്ത് അടിച്ചെടുക്കണ മയോണീസ് ആട്ടാ, കോഴിമുട്ട ചേരാത്താണ്. വേറൊരു ടേസ്റ്റ് തന്നെയാണ് മയോണീസിന്റെ ഒരു. ഇത് കാന്താരി, കാന്താരി അടിപൊളിയാണല്ലോ. ജ്യൂസ്, വെള്ളം, എല്ലാം കൂടി ഒന്ന് വേറൊരു സാധനത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ. സംഗതി അടിപൊളി സംഭവമാണത്. യാതൊരു കൃത്യമോ കാര്യങ്ങളോ ഇല്ല. നമ്മൾ മുപ്പിലോട്ട് സംസാരിച്ചു, എന്നതാ ഉണ്ടല്ലേ, നമ്മൾ കാണുമ്പോൾ ചുട്ട് ശരിക്കും അല്പം എന്നുണ്ടെങ്കിൽ വേറൊരു ഇതും ചേർക്കാതെ ചുട്ടെടുത്താണ്. നാച്ചുറൽ അൽഫാം കണ്ടില്ലേ സാധനം. ഇതിപ്പോൾ എല്ലുന്നുണ്ട് എടുത്തപ്പോൾ തന്നെ ഈ സാധനം കണ്ട അത് നമ്മൾ ഷവർമ്മയ്ക്ക് വെട്ടിയ മാതിരി പീസായിട്ട് ഉണ്ടാ കിട്ടുന്നുണ്ട്. ഇനിതാ നമ്മളെ സോസ് ഒഴിക്കുക. ഇതിങ്ങനെ കണ്ട ചട്ടിണിയാ തോന്നുന്നു. ഇക്ക ഇതിന്റെ പേരെന്താ ഈ സോസിന്റെ? ആ തുർക്കി സോസ് ആണത്, ചട്ടിണി അല്ല കേട്ടോ. കണ്ട ചട്ടിണി മാതിരിയാണ് തുർക്കി സോസ്. ആ കണ്ട ഇത് തടുപ്പ് ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ, ഇതൊന്നായിട്ട് കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഷവർമ്മ ഒന്നായിട്ടൊന്നാ ഷവർമ്മേൻ്റെ അതേ ടേസ്റ്റായി സാധനം. എന്നിട്ട് അടിപൊളി ഭക്ഷണമാക്കാം. പിന്നെ മാമൂസും ഉണ്ട്, അത് വേണമെങ്കിൽ അപ്പം തന്നെ അടിച്ച് തരും നമുക്ക്. നല്ല ഇത്രയും സോസ് ഉണ്ട്, അല്ലെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ മാമൂസ് വേണമെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ അടിച്ച് തരുകയാണ്. ഇതാ ഫാമിലിയായിട്ട് വന്നിട്ട് ഭക്ഷണം കഴിക്കാൻ നല്ല സ്പോട്ടാണ്. പിന്നെ ഇരിക്കാനുള്ള സംഗതികളൊക്കെ ഉണ്ട്. വേണ്ട 2 ടേബിള് പുറത്തുണ്ട് ടേബിള്. ഇതാണ് ഈസ ഹോട്ടൽ കേട്ടോ ഈ കാണുന്നത്. ഇത് രണ്ടത്താണിയുള്ള ഷോപ്പാണ്. വെറൈറ്റി
അൽഫാമാണ് ഇവിടെ ഉള്ളത്. കണ്ടോ, അത് ഹൈവേയിലുണ്ടായിരുന്ന ആ ഷോപ്പാട്ടാ. ആ ഷോപ്പ് ഇങ്ങോട്ട് മാറ്റിയതാണ്. ഇത് വാര്യത്ത് റോട്ടിലാണ് ഈ ഷോപ്പ് ഇട്ടാ. കണ്ടില്ലേ, വാര്യത്ത് റോഡാണ് ഈ കാണുന്നത്. അത് കടുങ്ങാത്തുണ്ടിലേക്കൊക്കെ പോണ വഴിയാണ് ഹൈവേന്ന്.